ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ടുള്ള ആഫ്റ്റർ കെയറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ കുറേ പേര് വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളത് എനിക്കറിയാം. കുറേ പേര് എൻ്റെ അടുത്ത് ഷോർട്സിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം ഹെയർ ഫോൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ വേഗം ഇടൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ താമസിച്ചതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുകയാണ്. അപ്പോൾ അവർ രാവിലെയും രാത്രിയും ഒക്കെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് എന്ന് സമാധാനമായിട്ടിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ബഹളമാണ്. അപ്പോൾ നൈറ്റ് ആണെങ്കിലും അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിന്ന് വർക്ക് ചെയ്യണം, അതായത് ആ വീട് പണി തീരാറായി നിൽക്കുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ബഹളമൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു ടൈമിൽ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നടക്കാം. ഒരു Q&A പോലെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബുക്കിൽ. അപ്പോൾ നമുക്കത് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്രീം ഏതെന്നാണ്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യം ഞാൻ അറിഞ്ഞുകൂടാന്നല്ലേ പറയണം. സത്യമായിട്ടും എനിക്ക് ബെസ്റ്റ് ക്രീം ഏതാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ചുമ്മാ ഈ മാർക്കറ്റിൽ കാണുന്ന അല്ലെങ്കിൽ പലരും റിവ്യൂ പറഞ്ഞ് നല്ലതാണെന്ന് പറയുന്ന ക്രീം എനിക്ക് നിങ്ങളടുത്ത് അങ്ങനെ പറഞ്ഞു തരാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്ക് യൂസ് ചെയ്ത ക്രീം ഏതാണോ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഞാൻ പറയാം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ സ്മൂത്തനിങ് വീഡിയോസിൽ ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ ക്രീമാണ്. അപ്പോൾ അത് നല്ലതാണ്. നിങ്ങൾ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കേൾക്കുന്നുണ്ട്, അത് പണിയുടെ സൗണ്ടാണ് കേട്ടോ. നോക്കട്ടെ, ഞാൻ നോയ്സ് റിഡക്ഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ആ സൗണ്ട് വരും ഇടയ്ക്കിടയ്ക്ക്, ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് ക്രീം എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ എനിക്ക് അറിയില്ല. എനിക്ക് യൂസ് ചെയ്യാത്തൊരു ക്രീം എനിക്ക് ഇതാണ് ബെസ്റ്റ് എന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുമായിരിക്കും. എന്നാലും ഞാൻ കുറച്ചുകൂടെ ആ ക്രീം ഉപയോഗിക്കും ഈ ക്രീം ഉപയോഗിക്കും എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൂട്ട് ടച്ച് എത്ര നാൾ കൂടുമ്പോൾ ചെയ്യണം? ഇപ്പം റൂട്ട് ടച്ച് ചെയ്യണം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ സ്മൂത്തനിങ് ചെയ്തു ഫുള്ള്, എന്നിട്ട് ഒരു 2 മാസം 3 മാസം കഴിയുമ്പോൾ പുതിയ ഹെയർ ഇങ്ങനെ വളർന്നു വരും. അത് നമ്മൾ വീണ്ടും ഈ നമ്മൾ ചെയ്ത ട്രീറ്റഡ് ഹെയർ പോലെ ആക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റൂട്ട് ടച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂട്ട് ടച്ച് ചെയ്യുന്നത് നമ്മൾ 2 അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴായിരിക്കണം ചെയ്യേണ്ടത്. അതായത് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമാണ് ഹെയർ ഗ്രോത്തിൻ്റെ ആ ഒരു ജേർണി എന്ന് പറയുന്നത്. ചിലർക്ക് പെട്ടെന്ന് വളരും, ചിലർക്ക് പതുക്കെ വളരത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ റൂട്ട് ടച്ച് ചെയ്യാൻ. കുറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 3 മാസം അല്ലെങ്കിൽ 2 മാസമെങ്കിലും എടുത്തതിന് ശേഷം റൂട്ട് ടച്ച് ചെയ്യണം. അതുപോലെ റൂട്ട് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്കാൽപ്പിലാവാൻ പാടില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൂട്ട് ടച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ചെയ്ത ഹെയറിൽ ക്രീം ഇടാമോ എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ചെയ്ത ഹെയറിൽ ക്രീം ഇടാൻ പാടില്ല കേട്ടോ. അതായത് ചില പാർലറിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചെയ്ത് മുടി ചെറിയ വേവ്സ് ഒക്കെ വരും. അപ്പോൾ അവർ ചിലപ്പോൾ ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ അങ്ങ് കഴുകി കളയുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. പണ്ട് എനിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് കിടക്കും, പക്ഷെ ഓവറായിട്ട് ഡ്രൈ ആവും, മുടി പൊട്ടിപ്പോവും. ഇനി പുതിയ ടെക്നിക്കുകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാനൊരു പ്രൊഫഷണൽ അല്ല, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്ത ഹെയറിൽ കെമിക്കലി ആയിട്ടുള്ള ക്രീംസ് വാരി തേക്കുകയെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഹെയർ എന്ത് ചെയ്യും, ഡ്രൈ ആയി പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ചെയ്യരുത്. അപ്പോൾ റൂട്ട് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ബാക്കി പോർഷൻ അങ്ങനെ തന്നെ വിടുക. എത്ര ഭാഗമാണോ മുടി വളർന്നിട്ടുള്ളത് അത്രയും ഭാഗം മാത്രം ചെയ്യാം. നിങ്ങൾ പാർലറിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പറയാം, എനിക്ക് ബാക്കി ഭാഗങ്ങളിൽ ചെയ്യണ്ട, അത്രയും ഭാഗം ചെയ്താൽ മതി എന്നുള്ളത് പറയാം അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അടുത്തതാണ് ഏറ്റവും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഹെയർ ഫോൾ ഉണ്ടാകുമോ എന്നുള്ളത്. ഹെയർ ഫോൾ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഹെയർ ഫോൾ ഉണ്ടാവും. നമ്മൾ ഒരു സാധാരണ ഇരിക്കുന്ന മുടീനെ വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അതായത് ഭയങ്കര ചുരുണ്ട മുടി അല്ലെങ്കിൽ ഭയങ്കര കേളി ആയിട്ടുള്ള ഹെയറിനെ നമ്മൾ വേറൊരു പ്രോസസ്സിലേക്ക് ആക്കുമ്പോഴത്തേക്കും ആ ടൈമിലും ഹെയർ ഫോൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ആഫ്റ്റർ കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് ഹെവി ഹെയർ ഫോൾ ഉണ്ടാവും. അതായത് സാധാരണ രീതിയിലുള്ള നമ്മൾ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് നോർമൽ രീതിയിലൊരു കൊഴിച്ചിലുണ്ടാവും. പക്ഷേ ആഫ്റ്റർ കെയർ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹെവി ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ ഹെവി ഹെയർ ഫോൾ ഉണ്ടാവും. അത് 100% ഉറപ്പാണ് കേട്ടോ. എനിക്കറിയുന്ന 90% ആൾക്കാർക്കും ഹെയർ ഫോൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കും ഇപ്പോഴും ഹെയർ ഫോൾ ഉണ്ട്. പക്ഷേ അത് ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഒരു വിധമെങ്കിലും ഇങ്ങനെ കിടക്കുന്നത്. എൻ്റെ മുടി ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ഒന്നുമല്ല, തിന്നാണ്. നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഹെയർ ഫ്ലിപ്പൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. തുമ്പിലോട്ട് വരുമ്പോഴത്തേക്കും എനിക്കങ്ങനെ വലിയ കട്ടിയൊന്നുമില്ല. പക്ഷേ നമുക്കുള്ള ഹെയറിനെ നന്നായിട്ട് മാനേജ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഫ്റ്റർ കെയർ ചെയ്താൽ പറ്റും. അതുകൊണ്ട് ആഫ്റ്റർ കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ പുതിയതായിട്ട്
ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ കെയർ ചെയ്യാൻ നന്നായിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം സ്മൂത്തനിങ് ട്രീറ്റ്മെൻറ്റിലോട്ട് ചെയ്യുക. അല്ലെങ്കിൽ സ്മൂത്തനിങ് അല്ലെങ്കിൽ എന്ത് എന്താ കെമിക്കൽ ട്രീറ്റ്മെൻറ്റും ഹെയറിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ആഫ്റ്റർ കെയർ നിർബന്ധമായിട്ടും ചെയ്യാം, ഞാൻ ചെയ്യും എന്ന് ഉറപ്പുള്ളവർ മാത്രം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മുടി അത്രയും കൊഴിഞ്ഞു പോകും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ്? ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് നമ്മൾ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്രയും നാൾ നമ്മൾ പൊന്നു പോലെ ഹെയറിനെ നോക്കണം എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ കൊഴിഞ്ഞു പോകും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ആഫ്റ്റർ കെയർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതലും ഹെയർ ഫോൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് മുടി ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്നതാണ്. അതായത് നമുക്ക് മോയ്സ്ചർ ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യും, മുടി ഇങ്ങനെ പൊട്ടിപ്പോവും. പകുതിക്ക് വെച്ചവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു മടക്ക് പോലെ വരും, അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് പൊട്ടും. ചിലർക്ക് റൂട്ടിൽ നിന്നേ തന്നെ പോവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, മുടി നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. സ്പെഷ്യലി നമ്മൾ കളേർഡ് ചെയ്ത ഹെയർ ആണെന്നുണ്ടെങ്കിൽ പോലും ഡ്രൈ ആവാനാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ അങ്ങനെയായിരിക്കും കൂടുതൽ മുടിയും കൊഴിഞ്ഞു പോകുന്നതും പൊട്ടിപ്പോകുന്നതും ഡാമേജ് ആവുന്നതും ചകിരി പോലെ ആവുന്നതും എല്ലാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് മുടി ഓവറായിട്ട് ഡ്രൈ ആകുന്നതാണ്. അപ്പം ഡ്രൈ ആകാതിരിക്കാനുള്ള കാരണമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഷാമ്പൂവും കണ്ടീഷണറും സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അതായത് പാരബൻ ഇല്ലാത്ത ഷാമ്പൂവും കണ്ടീഷണറും ആയിരിക്കണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഷാമ്പൂവും കണ്ടീഷണറും സെലക്ട് ചെയ്താൽ മാത്രം പോരാ, നമ്മളത് യൂസ് ചെയ്യുന്നതിലും വലിയൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഇപ്പം എൻ്റെ ഹെയറിൻ്റെ കാര്യം പറയാം. എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയറാണ്. ഹെയറും അതെ, സ്കാൽപ്പും അതെ, ഭയങ്കര ഡ്രൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആണ്. നമ്മളിങ്ങനെ ചൊറിയുമ്പോഴത്തേക്കും ഇങ്ങനെ മഞ്ഞ് പോലെ വീഴും. ഞാനത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പൊടിയായിട്ട് ഇടും. അപ്പോൾ അത്രയും ഡ്രൈ ആണ് എൻ്റെത്. അപ്പോൾ ആ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡ് വാട്ടറാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നവും ഉണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഓവർ ഡ്രൈ ആവുന്നത്. എനിക്ക് പണ്ടായിരുന്നെങ്കിൽ, അതായത് ഇവിടെ വരുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് ഷാമ്പു ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് വീക്ക്ലി ട്വൈസ് ഷാമ്പു ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുടി അത്രയും പൊട്ടിപ്പോവും, നല്ല രീതിയിൽ ഹെയർ ഫോളും ഉണ്ടാകും. ഞാൻ ഈ ആഴ്ച ചെയ്തു, അടുത്ത ആഴ്ച 2 തവണ ഞാൻ ഷാമ്പു ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മുടി ഭയങ്കരമായിട്ട് പോകും. അത് എനിക്ക് തന്നെ അത് മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഷാമ്പു ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ 3 ദിവസം കൂടുമ്പോൾ ഷാമ്പുവും മാസ്കും അപ്ലൈ ചെയ്യും. ഫസ്റ്റ് തന്നെ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യും, എന്നിട്ട് ഷാമ്പു ചെയ്യും. ഷാമ്പു ചെയ്ത് നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം ആ മാസ്ക് അപ്ലൈ ചെയ്യും. ആ മാസ്ക് എന്ന് പറയുന്നത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനുള്ളതല്ല, നമ്മുടെ ഹെയറിൻ്റെ ഷാഫ്റ്റിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ സ്കാൽപ്പിലാവാതെ ഹെയറിൻ്റെ ഷാഫ്റ്റിൽ വേണം അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളപ്പോൾ ഇവിടെയുള്ള മുടി നമുക്ക് കെയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് കയ്യിൽ ബാക്കി വരുന്ന ലെഫ്റ്റ് ഓവർ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ആ സാധനത്തിന് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ കഴുകി കളയുമ്പോൾ നന്നായിട്ട് ആ പ്രോഡക്റ്റ് എല്ലാം പോകുന്ന രീതിയിൽ കഴുകി കളയണം. പറ്റുമെങ്കിൽ ഒരു 3 to 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. പക്ഷേ ചിലർക്ക് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, ജലദോഷം വരും അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ 1 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് കഴുകി കളയാവുന്നതാണ്. പിന്നെ ചിലർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ മാസ്കിന് പകരം നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ട് കണ്ടീഷണർ യൂസ് ചെയ്താൽ പോരെയെന്ന്. അപ്പോൾ കണ്ടീഷണർ എന്ന് പറയുന്നത് നമ്മളെ ഹെയറിൻ്റെ പുറത്തൊരു ലെയർ പോലെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. മാസ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറത്തൊരു ലെയർ പോലെ പ്രൊട്ടക്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്, ഹെയറിൻ്റെ ഉള്ളിലോട്ട് അത് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. മാസ്കും നമ്മളെ ഈ ഒരു കണ്ടീഷണർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കണ്ടീഷണർ ഇട്ടതുകൊണ്ട് മാസ്ക് ഇടുന്നതിൻ്റെ അത്രയും ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല. മാസ്ക് ആണ് ഏറ്റവും കൂടുതൽ നല്ല. ഞാൻ ഈ മാസ്ക് എന്ന് വെച്ചാൽ എല്ലാ വീക്ക്ലി ട്വൈസും അപ്ലൈ ചെയ്യും. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അത്രയും ഡ്രൈ ആയതുകൊണ്ടാണ് വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യുന്നത്. നിങ്ങളെ ഹെയർ അത്ര ഡ്രൈ ഒന്നും അല്ലെന്നെങ്കിൽ വീക്ക്ലി വൺസ് യൂസ് ചെയ്താലും മതി കേട്ടോ. പിന്നെ ഈ മാസ്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ പറഞ്ഞത് ലോറിയലിൻ്റെ പ്രൊഡക്റ്റുകളാണ്. ഈ ലോറിയലിൻ്റെ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമ്മൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള, അതായത് ബയോട്ടിനും കെരാറ്റിനും ഒക്കെ ഉള്ള നല്ല അടങ്ങിയ പ്രോഡക്റ്റുകൾ എടുത്താൽ മതി. ഷാമ്പുവും അതുപോലെ തന്നെ മാസ്കും. വേറെ ഒത്തിരി ബ്രാൻഡുകളുണ്ട്, നല്ലത് നിങ്ങൾക്ക് ഏതാണ് ഫേവറേറ്റ് ആയിട്ടുള്ളത് അത് ചൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബയോട്ടിനും കെരാറ്റിനും ഒക്കെ അടങ്ങിയ പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഹെയറിലുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രോട്ടീനൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബയോട്ടിനും കെരാറ്റിനും ഒക്കെ അടങ്ങിയ പ്രോഡക്റ്റുള്ള ഷാമ്പുവും കണ്ടീഷണറും യൂസ്
ചെയ്യണമെന്ന് പറയും. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ കൃത്യമായിട്ട്, അതായത് ഞാൻ വലിയ സംഭവങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ചെയ്യാറില്ല. ഈ ഷാമ്പൂവും മാസ്കും ഇടുന്നത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ മന്ത്ലി വൺസ് സ്പാ പോലെയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അല്ലാതെ ഇതിനെ പിടിച്ച് നമ്മൾ ഞാൻ അത് ചെയ്തുകൊണ്ട് ആഴ്ചയിൽ ഇത് ചെയ്യിക്കുന്നു, ഇനി 3 ദിവസം കൂടുമ്പോൾ ആ മാസ്ക് ഇടുന്നു, ഈ മാസ്ക് ഇടുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഹെവി ഹെയർ ഫോൾ ഉണ്ടാകും. പ്രത്യേകിച്ച് നമുക്ക് ഹെയർ ഫോൾ ഉള്ള ടൈമിൽ ഹെയർ മാസ്കോ അല്ലെങ്കിൽ ഹെയറിൽ ഓവറായിട്ട് മസാജൊക്കെ കൊടുക്കുമ്പോൾ ഉള്ള മുടി അത്രയും പോകും. നമ്മൾ ട്രീറ്റഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ട് വേണം നമ്മളെ ഹെയറിനെ നോക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് സ്മൂത്തനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഹീറ്റ് ഒരുപാട് കൊടുക്കാതിരിക്കുക. പക്ഷെ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഹീറ്റ് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് എനിക്ക് ഇച്ചിരി ഹെയർ ഫോൾ ഉള്ളത്. പിന്നെ ഹെയർ ഫോൾ ഉണ്ടെങ്കിലും ഞാൻ ആ അടുത്ത് മുടി വളർത്തിയെടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, പുറത്ത് മാത്രം കൊടുത്താൽ പോരാ, നമ്മൾ ഫുഡ് കഴിക്കുന്നതിലും കൂടെ ശ്രദ്ധിക്കണം. അതായത് ബയോട്ടിൻ കൊടുക്കണം. B7 എന്ന് പറയും. മുട്ട വേണം, നട്ട്സ് വേണം, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ നമ്മൾ ധാരാളമായി കഴിക്കുക. ഞാൻ പയറുവർഗ്ഗങ്ങൾ കഴിക്കണം ഞാൻ കുറവാണ്, പക്ഷെ മുട്ടയും നട്ട്സൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ മുടിയുടെ വളർച്ചയ്ക്ക് നെല്ലിക്ക കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പ്രോഡക്റ്റ് വാങ്ങിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, അതായത് ഞാൻ ഓവറായിട്ട് ആ പ്രോഡക്റ്റ് തേക്കൂ, ഈ പ്രോഡക്റ്റ് വാങ്ങിക്കൂ, ഹെയർ കെയർ റൊട്ടീൻ എന്നൊക്കെ പറഞ്ഞൊരു 10-15 സ്റ്റെപ്പുകളും അതും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും ട്രൈ ചെയ്യാറില്ല. എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അത്രയും ഒരു പ്രോഡക്റ്റൊക്കെ വാങ്ങിച്ച് തലയിൽ തേക്കാനും എനിക്ക് വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യം, ഈ ഷാമ്പൂവും കണ്ടീഷണറും മാസ്കും കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഇടുകയെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തും ഉണ്ടാവും. അതുപോലെ ഡാമേജ് ആവാതെ നല്ല ഫ്രീ ആയിട്ട് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കായിട്ട് കിടക്കും. ഇനി നിങ്ങൾക്ക് തീരെ പറ്റില്ല, ഈ മാസ്കൊക്കെ ഇച്ചിരി വിലയാണ്, എനിക്ക് തോന്നുന്നു 1000 സംതിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ തീരെ നിവർത്തിയില്ലാത്ത ആൾക്കാർക്ക് ഞാൻ അടുത്ത് പറയുന്ന സ്റ്റെപ്പുകൾ നോക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, അതായത് ഈ സ്മൂത്തനിങ് ചെയ്ത ആൾക്കാർക്ക് ഓയിൽ മസാജ് ചെയ്യാമോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് ഓയിൽ മസാജ് ചെയ്യാമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. അതായത് എൻ്റെ സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ആ സ്കാൽപ്പിൽ ഞാനൊരു ഹൈഡ്രേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മുടി ഇങ്ങനെ ഗൂന്നും പറഞ്ഞ് ഇഷ്ടം പോലെ പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, മുടിയിൽ കൊടുക്കത്തില്ല, സ്കാൽപ്പിൽ ഓയിൽ മസാജ് ചെയ്യും. അതും കുറച്ച് നേരം മസാജ് ചെയ്യും. അതും ഓവറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോവും, മുടിയെല്ലാം കൂടെ വലിഞ്ഞു വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ ഡെലിക്കേറ്റ് ആയിട്ട് ഭയങ്കര ലൈറ്റായിട്ട് മാത്രം നമ്മൾ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് എണ്ണയാണോ താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ യൂസ് ചെയ്ത് വന്ന ഏത് എണ്ണയാണോ ശീലമുള്ളത് ആ എണ്ണ യൂസ് ചെയ്യാം. ഞാനിവിടെ സൈഡിലൊരു എണ്ണയുടെ ഇത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ലോങ് വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ മുമ്പ്. ആ എണ്ണയാണ് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. അത് എണ്ണ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. ഇനി ഓയിൽ മസാജ് ചെയ്യുന്നത് മാസത്തിൽ വൺസ് ചെയ്യും. ചിലപ്പം എൻ്റെ ഒരു മുടിയുടെ ആ ഒരു ടെക്സ്ചർ അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അതായത് എനിക്കിങ്ങനെ തൊടുമ്പോൾ അറിയാം മുടി ഡ്രൈ ആവുന്നുണ്ടോ, സ്കാൽപ്പ് ഡ്രൈ ആവുന്നുണ്ടോ, അതനുസരിച്ചാണ്. അല്ലാതെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഇരുന്ന് ചെയ്യും, അങ്ങനെ ഞാൻ ചെയ്യാറില്ല. പിന്നെ അതുപോലെ തന്നെ തേച്ച് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ നല്ലതുപോലെ ഹെയർ വാഷ് ചെയ്യും. നേരത്തെ പറഞ്ഞ ഷാമ്പൂവും മാസ്കും ഒക്കെ ഇട്ട് നന്നായിട്ട് കളയും. ഞാൻ മുടിയിൽ ഇങ്ങനെ ഹെയറിൽ എണ്ണ വയ്ക്കുന്ന ശീലം എനിക്ക് പണ്ട് തൊട്ടേ ഇല്ല. അതെനിക്ക് ഇഷ്ടമല്ല അങ്ങനെ വയ്ക്കുന്നത്. എനിക്ക് കുറച്ച് നേരം ഒന്ന് ഇട്ട് ഒരു 10 മിനിറ്റ് അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതങ്ങ് വാഷ് ചെയ്ത് കളയും. അങ്ങനെയാണ് ഞാൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറയാം. അതായത് നമുക്ക് ഈ ഷാമ്പൂവും കണ്ടീഷണറും ഇത്രയും റേറ്റൊക്കെ കൊടുത്ത് എനിക്ക് തീരെ വാങ്ങാൻ നിവർത്തിയില്ല എന്നുള്ള ആൾക്കാരാണ്, എൻ്റെ കഷ്ടകാലത്തിന് പോയി ഞാൻ സ്മൂത്തനിങ് ചെയ്തു പക്ഷേ പെട്ടുപോയ ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മുടി ഡ്രൈ ആയിട്ടായിരിക്കും കൂടുതൽ ആൾക്കാർക്കും പോണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അലോവേറ ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അലോവേറ എന്ത് ചെയ്യണം, നമ്മൾ സ്കാൽപ്പിലും ഹെയറിലും, അതിപ്പോൾ നമ്മൾ മറ്റേ സാധനം കണക്ക് സ്കാൽപ്പിലൊന്നും ഹെയറിലൊന്നും അങ്ങനെയൊന്നുമില്ല. നമുക്ക് തലയിലും തേക്കാം, മുടിയിലും തേക്കാം. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ട് മാത്രം തേക്കണം, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മുടി പൊട്ടിപ്പോവും. കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, എടുത്തിട്ട് സെപ്പറേറ്റ് അലോവേറ സെപ്പറേറ്റ് ജെല്ലെടുത്ത് അല്ലെങ്കിൽ മിക്സിയിലോ എന്തെങ്കിലും ആക്കി ഒന്ന് ലൂസാക്കി എടുത്തിട്ട് ജസ്റ്റ് മുടിയിലും തലയോട്ടിയിലും ഒക്കെ നന്നായിട്ട് ചെയ്യുക. വീക്കിലി 1 or 2 ചെയ്യുക. നിങ്ങളുടെ ഹെയറിൻ്റെ ഡ്രൈനെസ് അനുസരിച്ച് ചെയ്യുക. അത് നല്ലതാണ്, അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. അത് ഒരു ബെസ്റ്റ് സാധനമാണ്. പിന്നെ രണ്ടാമത് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് താളി എന്ന് വെച്ചാൽ നമ്മുടെ ചെമ്പരത്തി താളിയില്ലേ, അത് അടിപൊളിയാണ്. അതും ഈ അലോവേറയും കൂടെ മിക്സ് ചെയ്ത് തേക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെയും വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, ഞാൻ സൈഡിൽ ഷോർട്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നല്ലതാണ്. അത് തേക്കുകയെന്നുണ്ടെങ്കിലും
ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഈ ചെമ്പരത്തി താളിയും ഈ അലോവേറയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ വെള്ളത്തിൽ കഴുകി കളയുമ്പോഴത്തേക്കും എല്ലാം അതിൻ്റെ അംശമൊന്നും പോകത്തില്ല, ഇച്ചിരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇട്ടിട്ട് നിങ്ങൾ ഷാമ്പൂവും കണ്ടീഷണറും ഒന്നും പിന്നെ ഇടേണ്ട ആവശ്യമില്ല. തലയിൽ നന്നായിട്ട് തേക്കുക. പിന്നെ ഹെവി ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ഷാമ്പൂ എടുത്തിട്ട് നിങ്ങൾ ഏത് ഷാമ്പൂ ആണോ വാങ്ങിക്കുന്നത് അതും ഈ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളതൊക്കെ വാങ്ങിക്കാൻ നോക്കുക. അത് ഈ ലോറിയലിൻ്റെ തന്നെ ഹൈലറോണിക് റേഞ്ചിൽ പറഞ്ഞാൽ നല്ലതാണ്. അത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തല ഒട്ടിയിൽ നന്നായിട്ട്, അതായത് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് അഴുക്കൊക്കെ കളയാട്ടോ. അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ താളി തേക്കുക. താളി തേച്ച് നന്നായിട്ട് അഴുക്കൊക്കെ കളഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും തലയിലൊക്കെ അവിടെ എവിടെ ഇരിക്കും. അപ്പം നമുക്ക് എന്ത് തോന്നും, അതൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കാൻ തോന്നും. അങ്ങനെ വലിച്ചെടുക്കില്ല. അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ മുടി അത്ര ഇങ്ങ് പോകും. അതുപോലെ തന്നെയാണ് നമ്മൾ എണ്ണ തേച്ചിട്ടും നമുക്ക് മുടി ഇങ്ങനെ, നമ്മളൊരു ശീലമാണ് ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ കുറേ ഇങ്ങനെ വരും. അപ്പോൾ നമുക്കൊരു ടെൻഡൻസിയാണ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യരുത്. നമ്മൾ എണ്ണയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഹെയർ ഫോളിക്കിളൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കും. ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ വലിച്ച് പിടിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഇതെല്ലാം കൂടെ കയ്യിലിങ്ങ് ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഡെലിക്കേറ്റ് ആയിട്ട് മാത്രം തേച്ച് കൊടുക്കുക. എന്നിട്ട് കുളി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഈ തലയിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ ഈ സാധനം, അതെന്തിനാ, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. മുടി നന്നായിട്ട് ഡ്രൈ ആകുമ്പോഴത്തേക്കും ഒരു വൈഡായിട്ടുള്ള ചീപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് പോകും. അല്ലാതെ കുളിച്ച് വന്ന ഉടനെ തന്നെ ഇതൊക്കെ തലയിരിക്കുന്നുണ്ട് വാരിച്ച് പിടിച്ചിങ്ങ് വായിക്കുമ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ഇളകി കയ്യിൽ വരും. അപ്പം അങ്ങനെ ചെയ്യരുത്. പിന്നെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്, ഞാൻ കുറച്ച് മാസ്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അലോവേറയും തേനും, ഇതെല്ലാം ഹൈഡ്രേഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വാഴപ്പഴവും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തേച്ചാലും നിങ്ങൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്യണം കേട്ടോ. അതെല്ലാം ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് വേണം ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ എനിക്ക് ഇതൊക്കെ തലയിൽ ഇട്ടിട്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യല്ല. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ നേരത്തെ പറഞ്ഞ 2 ഷാമ്പൂവും അതുപോലെ ഈ കണ്ടീഷണറും മാസ്കും ഞാൻ യൂസ് ചെയ്യും. പിന്നെ ഈ അലോവേറയും ചെമ്പരത്തി താളിയും യൂസ് ചെയ്യും. അത് അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ അല്ലാതെ നെറ്റിൽ നോക്കി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സാധനങ്ങളാണ്. പക്ഷെ ഞാൻ പണ്ട് ഈ തൈരൊക്കെ തലയിൽ തേച്ച് പിന്നെയാണ് മുട്ടയുടെ വെള്ളയും അലോവേറയും അടിപൊളിയാണ്. പക്ഷേ മുട്ട തേച്ച് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ഞാൻ വീഡിയോയിൽ വരെ കണ്ടിട്ടുണ്ട്, പറയും മുട്ടയുടെ വെള്ളയും അലോവേറയും തേച്ചിട്ട് സാധാ നോർമൽ വാട്ടറിൽ കഴുകികളാണെന്ന്. പക്ഷെ അതിൻ്റെ സ്മെല്ല് നമുക്കതൊന്ന് ആലോചിച്ച് നോക്കണം. അതിൻ്റെ സ്മെല്ലൊന്നും നമുക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ അതെന്തായാലും നമ്മൾ ഇതൊക്കെ ഇടുക എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഷാമ്പൂവും കണ്ടീഷണറും ഇടണം എന്നാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്ക് മാസത്തിൽ ഒരിക്കൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്ന് നമ്മൾ ഈ തലയിൽ നന്നായിട്ട് ഒരു മസാജ് കൊടുക്കുക. ഓയിൽ മസാജ് ലൈറ്റായിട്ട്, അതായത് സ്കാൽപ്പിൽ മാത്രം കേട്ടോ, സ്കാൽപ്പിൽ മാത്രം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടവല് നല്ല ചൂടുവെള്ളത്തിൽ കൊടുക്കുക. എന്നിട്ട് ആവി കൊടുക്കുക. മറ്റേ ക്യാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചാലും നല്ലതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ടവൽ എടുക്കുക, ചൂടുവെള്ളത്തിൽ മുക്കുക, ജസ്റ്റ് ഒന്ന് പിഴിയുക. എന്നിട്ട് അതിൻ്റെ ഒന്ന് ഭയങ്കര ചൂടായിട്ട് വയ്ക്കില്ല, ചൂടൊന്ന് മാറുമ്പോഴത്തേക്കും ഒന്ന് കവർ ചെയ്ത് വയ്ക്കും. ഫോളിക്കിളൊക്കെ നന്നായിട്ട് ഓപ്പൺ ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റൊക്കെ പെട്ടെന്ന് അബ്സോർബ് ആവുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ മാസ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ അലോവേറയോ അല്ലെങ്കിൽ ഈ താളിയോ ഇട്ട് കൊടുക്കാം. അതും നല്ലതാണ്. കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഷാമ്പൂവും കണ്ടീഷണറൊക്കെ ചെയ്യാം. അപ്പോൾ ഈ മാസ്ക് ഇടണം എന്ന നിർബന്ധമുള്ളവർക്ക് മാസത്തിൽ ഒരിക്കൽ ചെയ്യാം. പിന്നെ ഹെവി ഹെയർ ഫോൾ ഉള്ളപ്പോൾ മാസ്ക് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ കുറച്ച് മസാജൊക്കെ ചെയ്ത് അല്ലെങ്കിൽ മുടിയിൽ ഇങ്ങനെ നമ്മൾ തേക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, മുടി അത്രയും പൊട്ടിപ്പോവും. ഒരുപാട് ഹെയർ ഫോൾ ഉള്ളപ്പോഴത്തേക്കും ഒത്തിരി സാധനങ്ങൾ തലയിൽ പരീക്ഷിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്ന പില്ലോ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതുപോലെ അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റുക. പിന്നെ നമ്മളൊരു വൈഡായിട്ടുള്ള ചീപ്പ് വെച്ച് തന്നെ നമ്മൾ കോതാൻ ശ്രമിക്കണം. പിന്നെ മുടി ടൈറ്റായിട്ട് കെട്ടരുത്, ചൂടുവെള്ളത്തിൽ കുളിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഇനി ഇതെല്ലാം നിങ്ങൾ പരീക്ഷിച്ചിട്ടും ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ ഓടിക്കോ, ഡോക്ടറെ പോയി കാണുക. ചിലപ്പോൾ ഹോർമോണൽ ചേഞ്ചസും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അത് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രശ്നം കൊണ്ടും എനിക്ക് ഹെയർ ഫോൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 50 മുടി വരെയൊക്കെ കൊഴിയാമെന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് 50 മുടിയൊക്കെ പോകുമ്പോൾ
ഒരു വേദന വരും. എന്നാലും ഞാൻ പറഞ്ഞത് നമുക്ക് കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് എന്ത് പോക്കാ പോകണേ നമുക്കൊരു തോന്നൽ വരില്ല. അങ്ങനെ നമുക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്തിരിക്കരുത്, ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറയും ഡോക്ടറെ കാണാൻ പറ്റില്ല, ഭയങ്കര പൈസയാണ്. ഇല്ല, നമുക്ക് സാധാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടാൽ, ഡെർമറ്റോളജിസ്റ്റ് ഒരിക്കലും സ്കിന്നിന് മാത്രമുള്ള ആൾക്കാരല്ല, ഹെയറും നഖവും ഒക്കെ നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ പോയി കാണുക. എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ട്രീറ്റ്മെൻറ്റ് ചെയ്ത കാര്യം പറയാൻ മടിക്കും, ഡോക്ടർ വഴക്ക് പറയുമെന്നുള്ള. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ തോന്നി ചെയ്തു, പക്ഷേ ഇങ്ങനെ പണി കിട്ടിയെന്നുള്ള കാര്യം ഒന്ന് തുറന്ന് പറയണം ഡോക്ടറെ അടുത്ത്. അപ്പോൾ ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ അത് പറയും. ഈ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രൈക്കോളജിസ്റ്റിനെ കാണിക്കും. അത് അവർ സ്കാൽപ്പും ഹെയറൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടാൽ മതി, ആകുമ്പോൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോയിൽ എനിക്ക് ഒരുപാട് പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. വളരെ ജെന്യുവിനായിട്ട് ഞാൻ എന്താണോ ചെയ്യുന്നത് ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.